ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഗോത്രവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള PM ജൻമൻ പദ്ധതിയുടെ 1 ലക്ഷം ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിതരണം ചെയ്യും. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നാളെ വൈകിട്ട് കൊച്ചിയിലെത്തും. ഇന്ന് 76ാമത് ദേശീയ കരസേനാ ദിനം. ലക്നൌവിൽ നടക്കുന്ന സൈനിക പരേഡിൽ കരസേനാ മേധാവി മനോജ് പാണ്ഡെ അഭിവാദ്യം സ്വീകരിക്കും. കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മകരവിളക്ക് ദർശനത്തിന് മണിക്കൂറുകൾ മാത്രം. ഭക്തിസാന്ദ്രമായി ശബരിമല. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. അഫ്ഗാനിസ്ഥാനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയവും പരമ്പരയും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പിന്നാക്ക ഗോത്രവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമത്തിനായി നടപ്പാക്കുന്ന പ്രധാനമന്ത്രി ജൻജാതീയ ആദിവാസി ന്യായ മഹാ അഭിയാന് കീഴിലുള്ള PM ആവാസ് യോജന ഗ്രാമീണ പദ്ധതിയുടെ 1 ലക്ഷം ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിതരണം ചെയ്യും. വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടക്കുന്ന ചടങ്ങിൽ പദ്ധതിയുടെ ഗുണഭോക്താക്കളുമായും പ്രധാനമന്ത്രി സംവദിക്കും. രാജ്യത്തിലെ ഗോത്രവിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമം ലക്ഷ്യമിട്ടാണ് PM ജൻമൻ പദ്ധതി നടപ്പാക്കിയത്. ഏകദേശം 24,000 കോടി രൂപയാണ് പദ്ധതിക്കായുള്ള ബജറ്റ് വിഹിതം. 9 വിവിധ മന്ത്രാലയങ്ങളുടെ പിന്തുണയോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വൈകിട്ട് കൊച്ചിയിലെത്തും. വൈകിട്ട് 5 മണിയോടെ കൊച്ചി വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി 6 മണിക്ക് കൊച്ചി നഗരത്തിൽ നടക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കും. തുടർന്ന് മറ്റന്നാൾ രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കും. സിനിമാ താരവും BJP നേതാവും മുൻ MPയുമായ സുരേഷ് ഗോപിയുടെ മകളുടേതുൾപ്പെടെ 4 വിവാഹ ചടങ്ങുകളിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് തൃപ്രയാർ ക്ഷേത്രവും സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി കൊച്ചിയിലേക്ക് മടങ്ങും. വില്ലിംഗ്ടൺ ഐലൻഡിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ അന്താരാഷ്ട്ര കപ്പൽ റിപ്പയറിംഗ് കേന്ദ്രം, പുതിയ ഡ്രൈഡോക്ക് എന്നിവ രാജ്യത്തിന് സമർപ്പിക്കും. തുടർന്ന് മറൈൻ ഡ്രൈവിൽ BJP ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശ് സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ നാഷണൽ അക്കാദമി ഓഫ് കസ്റ്റംസ്, പരോക്ഷ നികുതി എന്നിവയുടെ പുതിയ ക്യാമ്പസ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ റവന്യൂ സർവീസിലെ 74-75 ബാച്ചിലെ ഓഫീസർ ട്രെയിനികളുമായും ഭൂട്ടാനിലെ റോയൽ സിവിൽ സർവീസ് ഓഫീസർ ട്രെയിനികളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. രാജ്യം കാക്കുന്ന ധീര സൈനികരുടെ പോരാട്ടത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണയിൽ ഇന്ന് 76ാമത് ദേശീയ കരസേനാ ദിനം. കരസേനയുടെ ആദ്യ ഇന്ത്യൻ മേധാവിയായി ജനറൽ കരിയപ്പ അധികാരമേറ്റതിന്റെ ഓർമ്മയ്ക്കായാണ് ദിനം ആചരിക്കുന്നത്. കരസേനാ ദിനമായ ഇന്ന് ലഖ്നൌവിൽ കരസേനയുടെ സൂര്യ കമാൻഡിന്റെ നേതൃത്വത്തിൽ സൈനിക പരേഡ് നടത്തും. പരേഡിൽ കരസേനാ മേധാവി മനോജ് പാണ്ഡെ അഭിവാദ്യം സ്വീകരിക്കും. ധീരതയ്ക്കും ത്യാഗത്തിനുമുള്ള ഗാലൻട്രി പുരസ്കാരങ്ങൾ അദ്ദേഹം സൈനികർക്ക് സമ്മാനിക്കും. വൈകിട്ട് നടക്കുന്ന ശൌര്യസന്ധ്യയിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. ആയോധന കലകൾ, പോരാട്ടങ്ങളുടെ പ്രദർശനങ്ങൾ, ഫ്ലൈപാസ്റ്റ് എന്നിവ ഉണ്ടാകും. മോട്ടോർ സൈക്കിൾ റൈഡർമാരുടെ റാലിയും പ്രദർശിപ്പിക്കും. കരസേനയുടെ വിവിധ റെജിമെന്റുകൾ പരിപാടിയിൽ പങ്കെടുക്കും. സ്വാതന്ത്ര്യത്തിനു ശേഷം ഇത് 2ാം തവണ ഡൽഹിക്ക് പുറത്ത് കരസേനാ ദിനം നടക്കുന്നത്. കഴിഞ്ഞ തവണ ബംഗളൂരുവിലായിരുന്നു ദിനാഘോഷം നടന്നത്. കരസേനാ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്നലെ ഗ്രാൻഡ് ആർമി സിംഫണി ബാൻഡ് കച്ചേരി ലഖ്നൌവിൽ നടന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ, കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്. ഇന്ത്യൻ സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ കരസേനാ ദിന സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷങ്ങൾ പൂർത്തിയാകുമ്പോഴേക്കും ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സൈനികർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും കരസേന ദിന ആശംസകൾ നേരുന്നതായും മേധാവി പറഞ്ഞു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നു മുതൽ 3 ദിവസം മേഘാലയ, അസം സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ഇന്ന് മേഘാലയ ഗെയിംസ് ടുറയിലെ PA സാങ്മ സ്റ്റേഡിയത്തിൽ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. നാളെ ബൽജക് വിമാനത്താവളത്തിൽ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. പുതിയ സംയോജിത ഓഫീസ് സമുച്ചയത്തിന് വെർച്വൽ രീതിയിൽ തറക്കല്ലിടുകയും ചെയ്യും. തുടർന്ന്
മൌഹ്ലോങ്ങിലെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി നവീകരിച്ച റോഡ് പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഷില്ലോങ് പീക്ക് റോപ്പ് വേക്കും 3 ഗ്രാമങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കും രാഷ്ട്രപതി തറക്കല്ലിടും. വൈകുന്നേരം രാജ്ഭവനിൽ മേഘാലയ സർക്കാർ ഒരുക്കുന്ന പൌരസ്വീകരണത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കും. മറ്റന്നാൾ അസമിലെ ദിഫുവിലെ തരാങ്ലാസോയിൽ നടക്കുന്ന കർബി യുവജനോത്സവത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ രാഷ്ട്രപതി പങ്കെടുക്കും. UAE സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ റാസൽ ഖൈമ എമിറേറ്റ്സിൽ നിരവധി വ്യവസായ കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. മേഖലയിലെ വ്യവസായ പ്രമുഖരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഫെബ്രുവരി 13-ന് UAEയിലെ ഇന്ത്യൻ പ്രവാസികളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവദിക്കുന്ന പരിപാടി സംബന്ധിച്ചും കേന്ദ്രമന്ത്രി വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ചയിൽ 2,26,00,000-ലധികം വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്തു. ഈ മാസം 29-നാണ് പരീക്ഷാ പേ ചർച്ച. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഫെസ്റ്റിവൽ തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 25 ഏക്കർ വിസ്തൃതിയിൽ 2 ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന 18 പവലിയനുകളിലായി 51 കാഴ്ചകളാണ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് ആരംഭിക്കുന്ന ആഗോള ശാസ്ത്രമേള 1 മാസം നീണ്ടുനിൽക്കും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. ഇന്ന് രാവിലെ എറണാകുളം ജില്ലയിലെ വടക്കേക്കരയിലും ഉച്ചകഴിഞ്ഞ് കോട്ടുവള്ളിയിലും പര്യടനം നടത്തും. നഗരപ്രദേശങ്ങളിൽ രാവിലെ കൂത്താട്ടുകുളത്തും ഉച്ചകഴിഞ്ഞ് പിറവത്തുമാണ് പര്യടനം. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് കാവാലം, നീലംപേരൂർ ഗ്രാമപഞ്ചായത്തുകളിലും ഹരിപ്പാട്, ആലപ്പുഴ നഗരസഭകളിലും യാത്രയെത്തും. മകരവിള മഹോത്സവത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ഭക്തിസാന്ദ്രമായി ശബരിമല സന്നിധാനത്ത് ഇന്ന് പുലർച്ചെ 2:46-ന് മകരസംക്രമ പൂജയും നെയ്യഭിഷേകവും നടന്നു. വൈകിട്ട് 5:30-ന് ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം വകുപ്പിന്റെ നേതൃത്വത്തിൽ ആചാരപൂർവ്വം സ്വീകരിക്കും. വൈകിട്ട് 6:30-ന് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കും. തുടർന്ന് ആകാശത്ത് മകരനക്ഷത്രം ഉദിക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ലക്ഷക്കണക്കിന് ഭക്തരാണ് സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമായി തമ്പടിച്ചിട്ടുള്ളത്. പൂങ്കാവനത്തിലെ പർണശാലകൾ ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ്. തിരക്ക് കണക്കിലെടുത്ത് വലിയ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇന്ന് രാത്രി മണിമണ്ഡപത്തിൽ കളമെഴുത്ത് നടക്കും. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. അടുത്ത 3 ദിവസങ്ങളിൽ അതിശൈത്യം രൂക്ഷമായി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പഞ്ചാബ്, ഹരിയാന, ഡൽഹി, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ ഏറ്റവും കുറഞ്ഞ താപനില 3 മുതൽ 7 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയാം. പഞ്ചാബിലെ ലുധിയാനയിലാണ് ഇന്നലെ ഏറ്റവും കുറഞ്ഞ താപനിലയായ 2.5 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത്. അന്തരീക്ഷ വായുവിന്റെ ഗുണനിലവാരം കൂടുതൽ മോശമാകുന്നത് തടയാൻ ഡൽഹിയിലും ദേശീയ തലസ്ഥാന മേഖലയിലും ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ ഘട്ടം 3 പുനരാരംഭിച്ചു. ഇതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിരോധിച്ചു. ഡൽഹിയിലെ ശരാശരി വായു ഗുണനിലവാര സൂചിക 458-ൽ എത്തിയതിനെ തുടർന്നാണ് തീരുമാനം. 2 സുപ്രധാന ദൌത്യങ്ങൾ പൂർത്തിയാക്കിയ ISRO നൂതന റോക്കറ്റായ GSLV F-14-ൽ ഇൻസാൻഡ് 3DS ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നു. ഫെബ്രുവരി ആദ്യവാരം വിക്ഷേപണം നടക്കുമെന്ന് ബഹിരാകാശ ഏജൻസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞു. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. ഇതോടെ പരമ്പര ഇന്ത്യ സ്വന്തമാക്കി. ഇൻഡോറിൽ നടന്ന മത്സരത്തിൽ 173 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 15.4 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 173 റൺസെടുത്ത് ലക്ഷ്യം കണ്ടു. 68 റൺസെടുത്ത SSC ജയ്വാളാണ് ടോപ്പ് സ്കോറർ. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 4 മണിക്ക് FC കേരള ലൂക്ക സോക്കർ ക്ലബ്ബുമായും 6:30-ന് സെന്റ് ജോസഫ് കോളേജ് സാറ്റ് തിരൂരുമായും ഏറ്റുമുട്ടും. ടാൻസാനിയയിലെ സിമിയു മേഖലയിലെ ഖനിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 22 പേർ മരിച്ചു. ഇന്നലെ രാവിലെ പ്രാദേശിക സമയം 11 മണിയോടെയാണ് ദുരന്തം. ഖനികളിലെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് റീജിയണൽ കമ്മീഷണർ അറിയിച്ചു. ഇംഗ്ലീഷ് ചാനൽ മറികടക്കുന്നതിനിടെ ബോട്ട് മറിഞ്ഞ് 5 കുടിയേറ്റക്കാർ കൊല്ലപ്പെട്ടു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. 70ഓളം പേർ ഒരു ബോട്ടിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായതെന്ന് ഫ്രഞ്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മരിച്ചവരിൽ 4 പേർ ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നുമുള്ളവരാണെന്നാണ് പ്രാഥമിക വിവരം. ഇന്ത്യൻ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ 9ാമത് പതിപ്പിന് മറ്റന്നാൾ തുടക്കമാകും. ഹരിയാനയിലെ ഫരീദാബാദിലെ റീജിയണൽ സെന്റർ ഫോർ ബയോടെക്നോളജി ക്യാമ്പസിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശ്രീലങ്കൻ നാവികസേനയുടെ പിടിയിലായ 12 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെയും അവരുടെ ബോട്ടുകളും വിട്ടുകിട്ടാൻ ഇടപെടണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറിനോട് അഭ്യർത്ഥിച്ചു. പുതുക്കോട്ട ജില്ലയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ നെടുന്തീവ് ദ്വീപുകൾക്ക് സമീപമാണ് കസ്റ്റഡിയിലെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗോത്രവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള PM ജന്മൻ പദ്ധതിയുടെ 1 ലക്ഷം ഗുണഭോക്താക്കൾക്കുള്ള ആദ്യ ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിതരണം ചെയ്യും.
2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നാളെ വൈകിട്ട് കൊച്ചിയിലെത്തും. ഇന്ന് 76ാമത് ദേശീയ കരസേനാ ദിനം. ലക്നൌവിൽ നടക്കുന്ന സൈനിക പരേഡിൽ കരസേനാ മേധാവി മനോജ് പാണ്ഡെ അഭിവാദ്യം സ്വീകരിക്കും. കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മകരവിളക്ക് ദർശനത്തിന് മണിക്കൂറുകൾ മാത്രം. ഭക്തിസാന്ദ്രമായി ശബരിമല. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് പര്യടനം തുടരുന്നു. അഫ്ഗാനിസ്ഥാനെതിരായ ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയവും പരമ്പരയും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.